അഭിഭാഷകനും BMS കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന പി സുഹാസ് കൊലപാതക കേസിൽ തുടരന്വേഷണം നടത്താൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. 2008 ഏപ്രിൽ 17-നാണ് കാസർഗോഡിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. അതേസമയം പോലീസിന്റെ ഉദാസീനത കാരണമാണ് കേസിലെ 7-ാം പ്രതിയെ പിടികൂടാൻ ആകാത്തത് എന്ന ആരോപണം ശക്തമാവുകയാണ്. കാസർഗോഡ് ബാറിലെ അഭിഭാഷകനും BMS കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് പി സുഹാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. ക്രൈംബ്രാഞ്ച് കാസർഗോഡ് യൂണിറ്റ് DYSP ടി മധുസൂദനൻ നായരാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ മുഖേന ഹർജി നൽകിയത്. ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. കോടതി ഉത്തരവ് പ്രോസിക്യൂഷനും കുടുംബത്തിനും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കേസിൽ 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകി. 7-ാം പ്രതിയെ പിടികൂടാൻ കേസ് തുടക്കം തൊട്ട് അന്വേഷിച്ച സംഘത്തിന് സാധിച്ചില്ല. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കേസുകൾ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന്റെ സൂചനയാണ് പല കേസുകളിലും വരുന്നത്. ആ അവസ്ഥ സുഹാസ് മർഡർ കേസിൽ ഉണ്ടാവരുത് എന്നുള്ള സർക്കാരിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ തുടരന്വേഷണ നടപടി എന്ന് നമുക്ക് കരുതാം. 2008 ഏപ്രിൽ 17-ന് വൈകിട്ട് കാസർഗോഡ് ഫോർട്ട് റോഡിലെ ഓഫീസിന് സമീപത്ത് വെച്ചാണ് സുഹാസിന് കുത്തേറ്റത്. മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ച സുഹാസ് രാത്രി മരിച്ചു. കേസിലെ 1-ാം പ്രതി റഫീഖ് NDF പ്രവർത്തകനായിരുന്നു. അതേസമയം മതമൗലികവാദികൾ പ്രതികളാകുന്ന കേസുകൾ അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്നും അതാണ് കൊല നടന്ന് 16 വർഷം കഴിഞ്ഞിട്ടും കേസിലെ 7-ാം പ്രതിയെ പിടികൂടാത്തതിന് കാരണമെന്നുമുള്ള വിമർശനം ശക്തമാണ്. ജനം, കണ്ണൂർ.